ഗൈസ് വെൽക്കം ബാക്ക് സർവൈവൽ സ്റ്റോറി ട്ടാ. അപ്പോൾ ഞങ്ങളൊരു വിശേഷമായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സുധീരേട്ടൻ പറയും. ഹലോ, ഞാൻ സുധീർ. ഇതിൽ പലർക്കും എന്നെ പരിചയം ഉണ്ടാവും. ഇന്ന് ഒരു ചെറിയ പരിപാടി ഞങ്ങൾ ഇട്ടേക്കണമെന്ന് വെച്ചാൽ നമ്മളെല്ലാ ഫ്രണ്ട്സും ചേർന്ന് എൻ്റെ വീട് തൃപ്പൂണിത്തുറയാണ്. ഞാൻ തൃപ്പൂണിത്തുറ എൻ്റെ വീട് വരെ ഒന്ന് പോകണം. പിന്നെ ഒരു ചെറിയൊരു ഡിന്നർ പരിപാടി, അതായിട്ട് ഒരു ചെറിയൊരു പരിപാടി. അതിൽ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടാണ്. യാത്രയ്ക്ക് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്തതായിരിക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വിശേഷങ്ങൾ ഇവരെ ചേച്ചിയും അനീഷും പങ്കിടുന്നതാണ്. അപ്പോൾ ഒക്കെ എല്ലാവർക്കും പിന്നെയും വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ. എല്ലാവരും വീഡിയോ കാണാൻ മറക്കല്ലേ. ഹലോ ഗായ്സ്, മച്ചാമാരുടെ ഞങ്ങളവിടെ സുധീരേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വന്നു പറഞ്ഞപ്പോൾ അവിടുത്തെ മറ്റേ അടുത്തുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ എല്ലാവരും വന്നുട്ടാ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. സുധീരേട്ടൻ്റെ വീടും പിന്നെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. ഞങ്ങളതേ സുധീരേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ ഞങ്ങളന്ന് പോയപ്പോൾ തൃക്കാർത്തികയായിരുന്നു. അപ്പം അവര് അവിടെ വീടിന് മുമ്പിൽ ദീപകാഴ്ചയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയല്ലേ? അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെയും സൂര്യന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോണത് ഇവിടെ ആയിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, സൂര്യേട്ടൻ പറഞ്ഞില്ലേ ഡിന്നർ എന്ന് പറഞ്ഞ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി ഹോട്ടലാണ്, പഞ്ചാബി അവരുടെ ഹോട്ടലാണ്. അപ്പൊ നമുക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് അല്ലേ.
അങ്ങനെ ഗായ്സ് ഞങ്ങളെല്ലാവരും വന്ന് ഇപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോട്ടല് അടിപൊളി ഹോട്ടലാണ്, റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇത് ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു വേറെ പഞ്ചാബി അവർ നടത്തുന്ന ഹോട്ടലാണ്. അവരിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്ന ഹോട്ടലാണ്. സുധീരനെ എപ്പോഴും കയറുന്ന ഹോട്ടലാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ വേറെ വൈബാണ് കേട്ടോ. എന്ന് വെച്ചാൽ പഴയ ആധുനികമായ ബുള്ളറ്റ്, അങ്ങനെ സൈക്കിൾ, കുറേ സംഭവങ്ങൾ വെച്ചിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗായ്സ് ഈ സാധനം കണ്ട, ഇത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. ഇവിടുത്തെ അവിടെ അവര് ഫുഡെല്ലാം നമുക്ക് സർവ് ചെയ്യും. അങ്ങനത്തെ ഒരു എന്താ പറയാ, പഴയ ആധുനികമായിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെയൊക്കെ പറയില്ല, അതേപോലെ കണ്ട നല്ല എന്താ പറയാ, ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ പഴയ മുകളിൽ നമുക്ക് അവര് കൊണ്ടുവരുന്നത് തന്നെ നമുക്ക് ഒരിങ്ങനെ എന്താ പാൻ പോലത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് പഴയ കാലങ്ങൾക്ക് ഓർമ്മ. പഴയ കാലത്ത് ഇങ്ങനെ എന്നിട്ടായിരുന്നു പറയണത്, ഞാൻ പറഞ്ഞത് ശരിയാവും എനിക്കറിയില്ല. അപ്പോൾ ഈ പഴയ ചട്ടി അങ്ങനത്തെ അതിലേക്കില്ല, അങ്ങനെ ചട്ടിയോടെ തന്നെ കൊണ്ടുവന്ന് നമുക്ക് തരും, അത് സർവ് ചെയ്യും. അപ്പൊ അത് നമുക്കൊരു ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവിടുത്തെ മൺകൂടത്തിലെ ഒരു ഐസ്ക്രീം പോലത്തെ സംഭവം കേട്ടോ, അടിപൊളി. അതിന്റെ പേര് എനിക്കറിയില്ല, സുധീരന്റെ എന്റെ പേര് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല കറക്റ്റായിട്ട്. ഞാൻ ഈ പറയുന്ന വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ പേരൊന്നും അറിയാൻ കിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുകൾക്ക് ക്ഷമിക്കണം. അപ്പൊ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ രണ്ട് സാധനം. വേറെ ഫുഡൊന്നുമില്ല, വെറൈറ്റി സീനും ആയിരുന്നു കേട്ടോ, വെറുതെ സീൻ ഫുഡ്. അടിപൊളി ഫുഡായിരുന്നു. ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ, പേര് നിങ്ങൾ നോക്കി വെച്ചു. അടിപൊളി ഫുഡാണ്, അവിടുത്തെ സ്റ്റാഫാണ്, നല്ല സപ്പോർട്ടാണ് എല്ലാവരും. അപ്പം നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറിയിട്ടാ അതിപ്പോൾ ഞങ്ങളെല്ലാവരും ഇനിയിപ്പോൾ സോസിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ അവിടെ പോയിട്ട് പിന്നെ നല്ല ഫുഡായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായം അറിയിക്കുന്നുണ്ടാ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.